ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ്. അന്നത്തെ ദിവസം എടുത്ത കുറച്ച് ക്ലിപ്സ് ആണ് കേട്ടോ. ജോയിൻ ഡേറ്റ് ആയതുകൊണ്ടും പിറ്റേന്ന് എനിക്ക് നാട്ടിൽ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ടും ഞാനൊരു ഉച്ചയായപ്പോഴേക്ക് ഇറങ്ങി. എന്നിട്ട് തൊട്ടടുത്ത് സരവണ ഭവൻ ഉണ്ടായിരുന്നു. ഇതുവരെ ഞാൻ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. എന്റെ പൊന്നോ, ഇത്രയും വലിയൊരു പ്ലേറ്റും അത് കാണാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പപ്പടവും ഇത്രയും കറികളും പിന്നെ ഈ ഒരു ചപ്പാത്തിയുമായിട്ട് ആദ്യം കൊണ്ടുവച്ച് മീൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ ഞാൻ കരുതി മീൽസ് അല്ല ഓർഡർ ചെയ്ത്, ചപ്പാത്തി അല്ലല്ലോ, പിന്നെന്താ ഒരു ചപ്പാത്തി. ഇനിയാണ് മനസ്സിലായത് ചപ്പാത്തിക്ക് ശേഷമാണ് ഇവർ ചോറ് വിളമ്പുന്നതിന്. ചോറും സാമ്പാറും ഒക്കെ ആയിട്ട് ആദ്യം ഒരു പിടി അങ്ങ് പിടിച്ചു. അങ്ങനെ എല്ലാ കറികളും കൂട്ടി നല്ല അടിപൊളി ഒരു സദ്യ തന്നെ കഴിച്ചു. പായസം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഇവിടുത്തെ പായസം അടിപൊളിയായിരുന്നു. പപ്പടം കൂട്ടി അതും ഒരു പിടി പിടിച്ചു. റേറ്റ് കണ്ട് കണ്ണ് തള്ളി പോകുന്നു വിചാരിച്ചിരുന്നു, പക്ഷെ അത്ര വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോൺ വെജ് ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരാണെങ്കിലും സരവണഭവൻ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരാണെങ്കിലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. റൂമിൽ ചെന്ന് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് നേരെ വന്നു മൗസിയിലേക്ക് അവിൽ മിൽക്ക് കഴിക്കാനായിട്ട്. ഒറ്റ തവണ ഞാൻ അവിൽ മിൽക്ക് കഴിച്ചിട്ടുള്ളൂ, അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി മേലെ അവിൽ മിൽക്ക് കഴിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എല്ലായിടത്തും ഒരുപോലെ ആവില്ലല്ല എന്ന് വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഞാൻ കഴിച്ചു. മോനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പണ്ട് കഴിച്ചത് അവിൽ മിൽക്ക് ആണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഓവർ മധുരമൊന്നും ഇല്ലാത്ത ഉള്ളിൽ കുളിർമള വേപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് അവിൽ മിൽക്ക് ആയിരുന്നു കേട്ടോ. ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ഫ്ലേവറിലുള്ളതാട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. പല രീതിയിലും പല ടൈപ്പിലുള്ള അവിൽ മിൽക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. പ്രൈസ് വന്നിട്ട് 110 രൂപയാണ്. ഭയങ്കര അഫോർഡബിൾ ഒന്നുമില്ല, എങ്കിലും ഓക്കെയാണ്. പക്ഷെ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന്റെ കൂടെ സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് ഓക്കെയാണ് ഈ ഒരു പ്രൈസ്. മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട രണ്ടാമത്തെ പ്ലേസ് ആണ് കേട്ടോ ഇത്. പിറ്റേന്ന് നാട്ടിൽ പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാന്നൊക്കെ വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ പക്ഷെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് തന്നെ മേടിച്ചു. ഇവർക്കും കുട്ടികൾക്കും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കമ്മലിന്റെ തന്നെ ഒരു അടിപൊളി വലിയൊരു ശേഖരം തന്നെ ആയിരുന്നു ഇവിടെ. കമ്മൽ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്തായാലും ഞാൻ എടുക്കാതിരിക്കില്ല. ശേഷം നടന്നു വന്നപ്പോൾ പാനിപ്പൂരി കണ്ടു, അങ്ങനെ മേടിച്ചു. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. ബജ്ജിയും മേടിച്ചു, അതും എനിക്ക് ഇഷ്ടമായില്ല. പക്ഷെ ഞാൻ കഴിച്ചു. അങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ കറങ്ങിയൊക്കെ വരാൻ നേരത്താണ് ഈ ഗ്ലാസ് കണ്ടത്. വീട്ടിലേക്ക് കുറച്ച് ഗ്ലാസ് ഒക്കെ മേടിച്ചു. ശേഷം ഈ ഒരു കടയിൽ വന്ന് പാഷൻ ഫ്രൂട്ടിന്റെ സർബത്ത് മേടിച്ചു. ഇതിൽ മേടിച്ചിട്ടില്ല. മോമോസും കഴിച്ചിട്ട് കായൽ നോക്കി കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.